UDF സർക്കാർ അധികാരമേൽക്കുന്ന അതേ ദിവസം തന്നെ കണ്ണൂർ എടയന്നൂരിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ ഷുഹൈബിനെ കൊലപ്പെടുത്തിയ കേസിന്റെ വിചാരണയും തുടങ്ങുന്നു. CPM പ്രവർത്തകർ പ്രതികളായ കേസിൽ നാളെ തലശ്ശേരി കോടതിയിലാണ് വിചാരണ തുടങ്ങുന്നത്. ഇടതു സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായ എല്ലാ തടസ്സങ്ങളെയും മറികടന്നാണ് ഷുഹൈബ് വധക്കേസൊടുവിൽ വിചാരണ ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നത്. DYFI നേതാവ് ആകാശ് തില്ലങ്കേരി അടക്കം 18 CPM പ്രവർത്തകരാണ് കേസിൽ പ്രതികൾ. ഫെബ്രുവരി 12 രാത്രി എടയന്നൂരിലെ തട്ടുകടയിൽ നിന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കെയാണ് ഷുഹൈബിന് നേരെ ആക്രമണമുണ്ടായത്. ബോംബെറിഞ്ഞ് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചായിരുന്നു കൊലപാതകം. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്തുണ്ടായ ഈ കൊലപാതക കേസ് അന്തിമ വിചാരണയിലേക്ക് കടക്കുന്നത് പിണറായി വിജയൻ പടിയിറങ്ങി VD സതീശൻ സർക്കാർ അധികാരമേൽക്കുന്ന അതേ ദിവസമാണെന്ന പ്രത്യേകതയുമുണ്ട്. തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതിയിലാണ് വിചാരണ നടക്കുന്നത്. ഷുഹൈബിന്റെ കുടുംബവും കോൺഗ്രസും 8 വർഷത്തോളം നടത്തിയ നിയമപരവും രാഷ്ട്രീയവുമായ പോരാട്ടങ്ങൾക്കൊടുവിലാണ് ഇപ്പോൾ വിചാരണയ്ക്ക് തുടക്കമാകുന്നത്. കേസിൽ 17 CPIM പ്രവർത്തകരാണ് പ്രതിപ്പട്ടികയിലുള്ളത്. പ്രതികളെ സംരക്ഷിക്കാൻ പിണറായി സർക്കാർ ഉയർത്തിയ തടസ്സവാദങ്ങളാണ് വിചാരണ ഇത്രയും വൈകാനിടയാക്കിയത്. പ്രതികൾക്കനുകൂലമായി സമാനതകളില്ലാത്ത ഇടപെടലുകളാണ് മുൻ സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. കേസ് CBI അന്വേഷിക്കണമെന്ന കുടുംബത്തിന്റെ ആവശ്യം ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് അംഗീകരിച്ചിരുന്നു. എന്നാൽ ഇതിനെതിരെ ഡിവിഷൻ ബെഞ്ചിനെയും പിന്നീട് സുപ്രീം കോടതിയെയും സമീപിച്ച് സർക്കാർ അനുകൂല വിധി സമ്പാദിക്കുകയായിരുന്നു. CBI അന്വേഷണത്തെ എതിർക്കാൻ മാത്രം പൊതുഖജനാവിൽ നിന്ന് 86 ലക്ഷം രൂപയാണ് പിണറായി സർക്കാർ അഭിഭാഷകർക്കായി ചിലവഴിച്ചത്. CBI അന്വേഷണം എന്ന ആവശ്യം സുപ്രീം കോടതി തള്ളിയതോടെ കേസ് വാദിക്കാൻ സ്വന്തം അഭിഭാഷകനെ വേണമെന്ന കുടുംബത്തിന്റെ ആവശ്യത്തിനും സർക്കാർ വിലങ്ങുതടിയായി. കുടുംബം വീണ്ടും കോടതിയെ സമീപിക്കുകയും അനുകൂല തീരുമാനമെടുക്കാൻ സർക്കാരിനോട് ആവശ്യപ്പെടുകയും ചെയ്തിട്ടും അധികൃതർ അത് അവഗണിച്ചു. ഒടുവിൽ കോടതിയലക്ഷ്യ നടപടികളിലേക്ക് നീങ്ങുമെന്ന് കുടുംബം മുന്നറിയിപ്പ് നൽകിയതോടെയാണ് സ്വന്തം അഭിഭാഷകനെ നിയമിക്കാൻ സർക്കാർ അനുമതി നൽകിയത്. ഈ അഭിഭാഷകന്റെ ചിലവുകൾ പൂർണ്ണമായും വഹിക്കുന്നത് KPCC-യാണ്. നാളെ ആരംഭിക്കുന്ന വിചാരണ ജൂലൈ 10 വരെ തുടർച്ചയായി നടക്കും. ആദ്യഘട്ടത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥർ ഒഴികെയുള്ള 137 സാക്ഷികളെയായിരിക്കും കോടതി വിസ്തരിക്കുക. 24 കണ്ണൂർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.